രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും അവരെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ജീവിത സാഹചര്യവും സാധാരണക്കാരായ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പുതിയ മലയാളം മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മച്ചന്മാരെല്ലാരെയും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരുപാട് അവാർഡ്സും ഒരുപാട് വിമർശനങ്ങളും വാങ്ങിക്കൂട്ടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന മലയാളം മൂവിയാണ്. അപ്പൊ ഇനിയും പറഞ്ഞധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ തുടക്കത്തിൽ മുംബൈ നഗരം കാണിക്കുന്നു. അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലെ നേഴ്സ് ആയിരുന്നു പ്രഭ എന്ന് പറയുന്ന ഈ ലേഡി. പ്രഭയ്ക്ക് ഇപ്പൊ 30 വയസ്സുണ്ട്. ഓൾറെഡി ഉള്ള കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അവളുടെ ഭർത്താവ് അവളുടെ കൂടെയില്ല. അയാൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുവാണ്. നാട്ടിലുള്ള ഭാര്യന്റെ കാര്യത്തില് അയാൾ അത്ര കെയർ ഒന്നും എടുക്കില്ലായിരുന്നു. പേരിനൊരു ഭർത്താവ് അത്രേ ഉള്ളൂ. അവളെ വിളിക്കുകയോ അവളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. അയാൾ അവിടെ അയാളുടെ കാര്യങ്ങളുമായിട്ട് തിരക്കാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു വർക്കറായ പാർവതിനെ കാണിക്കുന്നു. ഈ മൂവിയിലെ മെയിൻ ക്യാരക്ടറായ പ്രഭേന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് പാർവതി. ഈ പാർവതി എന്ന് പറയുന്ന ലേഡിന്റെയും വിവാഹം എല്ലാം കഴിഞ്ഞതായിരുന്നു. എന്നാൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഇങ്ങനെ നമ്മുടെ നായികയായ പ്രഭേനെയും പിന്നെ അവളുടെ ഫ്രണ്ടായ പാർവതിനെയും പോലെ ഒരുപാട് മലയാളി സ്ത്രീകൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു അനു എന്ന് പറയുന്ന ഈ പെണ്ണ്. ഇവളാണ് നമ്മുടെ മൂവിയിലെ രണ്ടാമത്തെ ക്യാരക്ടർ. അനുവിന്റെ കല്യാണം ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവളിപ്പം ഷിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് പ്രണയത്തിലാണ്. പ്രഭേന്റെ കൂടെ ഒരു റൂമിലായിരുന്നു അനു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഷിയാസുമായിട്ടുള്ള അനുവിന്റെ ബന്ധമൊന്നും ഇതുവരെ അവള് പ്രഭേനോട് പറഞ്ഞിട്ടില്ല. പ്രഭയ്ക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ചില ദിവസങ്ങളിൽ ഷിയാസ് വിളിക്കുമ്പം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന അനു നേരെ റൂമിലേക്ക് എത്താതെ അവനെ കണ്ട് കുറെ ടൈം അവനോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു റൂമിലേക്ക് വരാറുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അതേപോലെ ഒരു ദിവസം ഷിയാസ് അവൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അന്ന് അവള് ഡ്യൂട്ടിയിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നു. ഏതോ കുടുംബക്കാർ അവിടേക്ക് വരുന്നുണ്ട്, അവരെ കാണാൻ പോകണം എന്നുള്ള രീതിയിൽ നുണ പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതേ കാര്യം പ്രഭേനോട് അവള് പറയുന്നുണ്ട്. കാരണം പ്രഭ അവളുടെ റൂംമേറ്റ് ആയതുകൊണ്ട് കുറെ നേരമായിട്ടും അവളെ കണ്ടില്ലെങ്കിൽ പ്രഭ അവളെ അന്വേഷിക്കില്ലേ. അതുകൊണ്ടാണ് മുൻകൂട്ടി അവൾ ഈ കാര്യം പ്രഭേനോട് പറയുന്നത്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് പ്രഭ അവളുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന മനോജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും അവളുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അയാളും അവളോടൊപ്പം ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അവളോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. മുംബൈയിലായതുകൊണ്ട് തന്നെ ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം വളരെ വലുതായിരുന്നല്ലോ. എന്നാൽ മനോജിനാണെങ്കിൽ ഹിന്ദി അത്ര വശമില്ലായിരുന്നു. സോ ഹിന്ദി നന്നായിട്ട് അറിയുന്ന പ്രഭ അയാളോട് ഹിന്ദി സംസാരിച്ച് അയാളെ ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവര് തമ്മിൽ മുമ്പേ നല്ല പരിചയം ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മനോജിന് പ്രഭേനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പ്രഭ അവളുടെ സ്ഥലം എത്തുമ്പോൾ എന്നാ ശരി മനോജ്, നാളെ കാണാമെന്നും പറഞ്ഞ് അവനോട് യാത്ര പറയുന്നു. ഈ സമയം അവനാണെങ്കിൽ ഒരു ചെറിയ ബുക്ക് പ്രഭേന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇതെന്താന്ന് ചോദിച്ചുകൊണ്ട് പ്രഭ തുറന്നു നോക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിപ്പോ തുറക്കണ്ട, പിന്നെ ടൈം കിട്ടുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ ഞാൻ എഴുതിയ കുറെ കവിതകളാണെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ശരി ഓക്കെ എന്നും പറഞ്ഞ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അതുമായിട്ട് പ്രഭ അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് റൂമിലേക്ക് എത്തിയ പ്രഭ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ അവിടുന്ന് ഒരു കുറെ നേരം കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ടാണ് പുറത്തു പോയിരുന്ന അനു റൂമിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇപ്പൊ അവളോട് പ്രഭ നീ എന്ത് ഇത്രയും ലേറ്റ് ആയെന്ന് ചോദിക്കുന്നു. ചേച്ചി അത് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്റെ ഒരു റിലേറ്റീവ് വരുന്നുണ്ടെന്ന്, അവിടേക്ക് പോയോണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് അനു പ്രഭയോട് നുണ പറയുന്നു. എന്നാൽ ഇത് കേട്ടപ്പോ തന്നെ പ്രഭയ്ക്ക് മനസ്സിലാവുകയാണ് ഇത് അവള് കള്ളം പറഞ്ഞതാണെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രഭയോട് അനു പറയുവാണ്, ചേച്ചി നമ്മുടെ റൂമിന്റെ റെന്റ് കൊടുക്കാനായില്ലേ, ഇപ്രാവശ്യം കൂടി ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എന്റെ റെന്റും കൂടി ഒന്ന് കൊടുക്കണം. അടുത്ത പ്രാവശ്യം സാലറി കിട്ടുമ്പോൾ ഒരുമിച്ച് ഞാൻ തരാനുള്ളതെല്ലാം തന്നേക്കാം. കഴിഞ്ഞ 2-3 മാസമായിട്ട് അനു ഇതേപോലെ തന്നെയാണ് പ്രഭയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളത് പറയുന്നത് കേൾക്കുമ്പോൾ പ്രഭയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. എന്നാൽ ആ ദേഷ്യം കടിച്ചമർത്തി അവൾ അതിനൊക്കെ പറയുന്നു. അപ്പോഴേക്കും ആരോ അവരുടെ റൂമിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. ഞാൻ പോയി നോക്കാന്നും പറഞ്ഞ് അനു പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നു. അവിടേക്ക് ഒരു കൊറിയർ വന്നിരിക്കുകയാണ്. അത് പ്രഭയ്ക്കുള്ളതായിരുന്നു. അങ്ങനെ ഇപ്പൊ അനു അതും വാങ്ങിക്കൊണ്ട് നേരെ മുറിക്കകത്തേക്ക് വരുന്നു. ചേച്ചി ഇത് ചേച്ചിക്ക് വന്നതാണെന്ന് പറയുമ്പോൾ പ്രഭ ചോദിക്കുവാണ് എനിക്കാരാ ഇങ്ങനെ കൊറിയർ ഒക്കെ അയക്കാനെന്ന്, എന്തായാലും അകത്തെന്താന്ന് നമുക്ക് പൊട്ടിച്ചു നോക്കാന്നും പറഞ്ഞ് അനു അത് പൊട്ടിക്കുന്നു. അതിനകത്തൊരു റൈസ് കുക്കർ ആയിരുന്നു. ഓ നല്ല പ്രീമിയം സാധനം, കൊള്ളാന്നൊക്കെ അനു പറയുമ്പോഴും പ്രഭ ആലോചിക്കുവാണ് ഇതാരാണ് തനിക്ക് അയച്ചതെന്ന്. ഇതേ സമയം ആ റൈസ് കുക്കർ മുഴുവൻ ചെക്ക് ചെയ്തിട്ട് അനു പ്രഭയോട് പറയാണ് ചേച്ചി നോക്കിയേ, മെയ്ഡ് ഇൻ ജർമ്മനി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടതും പ്രഭയ്ക്ക് മനസ്സിലാവുന്നു ജർമ്മനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ ഭർത്താവ് അവിടെ നിന്ന് അയച്ചു വിട്ടതാണ് ഇതെന്ന്. അങ്ങനെ ഇതറിഞ്ഞതിന് ശേഷം പ്രഭയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. അന്ന് അവൾക്ക് ഉറങ്ങാനും കഴിയുന്നില്ല. അവളുടെ ചിന്ത മുഴുവൻ നാട്ടിലുള്ള തന്നെ പറ്റി ഒന്ന് അന്വേഷിക്കുകയോ തിരക്കോ ചെയ്യാത്ത ആള് ഇപ്പൊ തനിക്ക് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് എന്നാലോചിച്ച് അങ്ങനെ ഉറക്കം വരാതെ കുറെ നേരം ഇത് ആലോചിച്ച് കിടന്നതിന് ശേഷം അവളാണെങ്കിൽ അന്ന് അവൾക്ക് മനോജ് കൊടുത്തിട്ട് പോയ അയാളുടെ ആ കവിത എഴുതിയ ബുക്ക് എടുക്കുന്നു. എന്നിട്ട് അതിലെ ഓരോരോ കവിതകളായിട്ട് ഇങ്ങനെ വായിക്കുന്നു. അത് വായിക്കുന്ന സമയത്ത് പ്രഭയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് മനോജിന് തന്നോട് ഒരു ഇഷ്ടമുണ്ടെന്ന്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. ഇപ്പൊ പ്രഭയും അനു എല്ലാം ജോലിക്കായിട്ട് പോയിരുന്നു. ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്ക് എത്തിയതിനു ശേഷം നമ്മുടെ അനു ആണെങ്കിൽ ഫോൺ എടുത്ത് ഷിയാസിന് മെസ്സേജ് അയക്കുന്നു. ഈ സമയം ഷിയാസ് അവൾക്ക് മെസ്സേജ് അയക്കുവാണ് ഇന്നലെ കണ്ടോലെ ഇന്ന് നമുക്ക് കണ്ടാലോ എന്ന് ചോദിച്ചിട്ട്. അതിന് അവൾ ഓക്കെ പറയുന്നു. ഇതേ സമയം അവള് ഫോണിൽ ആരോടോ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടതും കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു നേഴ്സ് ഈ കാര്യം വന്ന് പ്രഭയോട് പറയുന്നു. പ്രഭയെ കുറച്ചു ദിവസമായിട്ട് അനുവിന് നല്ല മാറ്റമുണ്ട്, അവള് നിന്നോട് എന്തെങ്കിലും പറയാറുണ്ടോ, ഇന്നലെ അവളൊരു ചെറുപ്പക്കാരനോടൊപ്പം പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് പ്രഭ ലേഡിനോട് പറയാണ് അങ്ങനെയൊന്നുമില്ല, അത് അവളുടെ വല്ല ഫ്രണ്ടും ആയിരിക്കും. ഓ അത് ശരി അങ്ങനെയാണോ, ശരി എന്തായാലും പ്രഭേന്റെ കൂടെയാണല്ലോ ഉള്ള താമസം, അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. ഇങ്ങനെയും പറഞ്ഞ് അവരവിടുന്ന് പോകുന്ന സമയം പ്രഭയാണെങ്കിൽ ഈ കാര്യത്തിന്
കാര്യത്തിനെ പറ്റി ശരിക്കും ആലോചിക്കുന്നു. ഇന്നലെ അപ്പം റിലേറ്റീവിനെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞ് അനു എന്തിനാണ് തന്നോട് നുണ പറഞ്ഞത്, അവൾ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നോട് മറയ്ക്കുന്നതെന്നൊക്കെ പ്രഭ ഒരുപാട് ആലോചിക്കുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന അനു ഇന്നലത്തെ പോലെ ഷിയാസിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചുനേരം അവർ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നു. ശേഷം പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന് ആരില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അവരെ കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അനു ആണെങ്കിൽ നേരെ റൂമിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രഭയോട് ഒന്നും തന്നെ സംസാരിക്കാതെ അവള് കിടന്നുറങ്ങുകയും ചെയ്യുവാണ്. ഇതേ സമയം പ്രഭയാണെങ്കിൽ തന്റെ ഭർത്താവിന്റെ കാര്യം ആലോചിച്ച് അയാൾ ഗിഫ്റ്റ് ചെയ്ത ആ റൈസ് കുക്കറിലേക്ക് നോക്കി അങ്ങനെ ഇരിപ്പായിരുന്നു. കുറെ നേരം കഴിഞ്ഞ് അയാളോടുള്ള ഫീലിംഗ്സ് കൂടുമ്പോൾ അവൾ ആ റൈസ് കുക്കർ എടുത്ത് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അടുത്ത ദിവസം ഡ്യൂട്ടിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പ്രഭയാണെങ്കിൽ ഇങ്ങനെ ഭർത്താവ് ഒരു റൈസ് കുക്കർ അവിടുന്ന് അയച്ചു വിട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടായ പാർവതിനോട് പറയുന്നു. അദ്ദേഹം തന്നെ വിളിച്ചിട്ട് കുറെ നാളുകളായിന്ന് പ്രഭ ഇപ്പൊ പാർവതിനോട് പറയുമ്പോൾ അയാൾ വിളിച്ചില്ലെങ്കിൽ എന്താ, നിനക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട പ്രഭയാണെങ്കിൽ അന്ന് ഭർത്താവിനെ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കുന്നുണ്ട്, എന്നാൽ കോള് കിട്ടുന്നില്ല. ഈ സമയം പ്രഭയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടം തോന്നുന്നു. അന്നും ഈവനിങ് പതിവ് പോലെ അനു ആണെങ്കിൽ ഷിയാസിനോടൊപ്പം കറങ്ങാൻ പോയിട്ടാണ് റൂമിലേക്ക് എത്തുന്നത്. ഇതേ സമയത്ത് അനുവിന് അവളുടെ വീട്ടുകാര് വിവാഹമെല്ലാം ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഷിയാസുമായിട്ട് ഇങ്ങനെ ഒരു അടുപ്പമുള്ളതുകൊണ്ട് തന്നെ വരുന്ന ആലോചനകളെല്ലാം അവൾ മറ്റൊന്നും ആലോചിക്കാതെ നിരസിക്കുമായിരുന്നു. അതിനെപ്പറ്റി എല്ലാം ഷിയാസിനോട് പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ഡ്യൂട്ടിക്കായിട്ട് എത്തുന്ന അനു ആണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന മനോജ് എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അയാൾ ആ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറായിരുന്നു. അയാളോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. മനോജിന് പ്രഭയോടുള്ളതുപോലെ തന്നെ പ്രഭയ്ക്ക് അങ്ങോട്ടും ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ പ്രഭ പോസസീവ് ആവുന്നു. അങ്ങനെ അവൾ അനുവിനോട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, അനു നീ പോയി നിന്റെ ഡ്യൂട്ടി നോക്കാൻ. കുറച്ചേരം കഴിഞ്ഞ് അനുവിന്റെ അടുത്ത് അവൾ വന്ന് പറയുവാണ്, നീ എന്തിനാ മനോജ് ഡോക്ടറോട് കൊഞ്ചിക്കൊഞ്ഞ് സംസാരിച്ചത്, ഇല്ലെങ്കിൽ തന്നെ നിന്നെപ്പറ്റി ഇവിടെ പലരും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ഇനി അവർക്കൊരു സംസാര വിഷയം നീ വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണ്ട. ഇത് കേട്ട അനുവിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നുന്നു. അങ്ങനെ അന്ന് ഷിയാസിനെ വിളിക്കുന്ന സമയത്ത് അവൾ ഈ കാര്യങ്ങളെല്ലാം ഷിയാസിനോട് പറയുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ട, അത് നീ വിട്ടുകളാന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഓക്കെ ആക്കുന്നു. ശേഷം അവൻ അവളോട് പറയുവാണ്, അനു നാളെ എന്റെ വീട്ടില് അങ്കിളും ആന്റിയും ഉണ്ടാവില്ല, സോ നീ നാളെ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം, പിന്നെ ഒരു പർദ്ദയും സംഘടിപ്പിക്കാൻ നീ നോക്കണം. ഇത് കേൾക്കുന്ന അനു അതിനൊക്കെ പറയുന്നു. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് അനു ആണെങ്കിൽ നേരെ റൂമിലേക്ക് എത്തുവാണ്. ഈ സമയം ഇന്ന് അവളോട് അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ട് പ്രഭ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് അതിന് മാപ്പ് പറയുന്നു. എന്നാൽ അനു ആണെങ്കിൽ തിരിച്ചൊന്നും തന്നെ പറയുന്നില്ല, എല്ലാം അങ്ങനെ കേട്ടോണ്ട് നിൽക്കുവാണ്. ഈ സമയം പ്രഭയ്ക്കാകെ സങ്കടം തോന്നി അവൾ കരയുന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുന്നു. ഇത് മനസ്സിലാക്കുന്ന അനു പിണക്കം മാറ്റി അവളോട് സംസാരിക്കുന്നു. അങ്ങനെ ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രഭ അവളുടെ കല്യാണത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അനുവിനോട് ഷെയർ ചെയ്യുവാണ്. തന്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് താൻ ആ ജർമ്മനിക്കാരനെ കല്യാണം കഴിച്ചത് എന്ന്. ഇപ്പൊ അവളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിപ്പോയില്ലേ. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അവൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി അപ്പൊ കല്യാണത്തിന് മുമ്പ് ചേച്ചിന്റെ ഭർത്താവിനെ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ അനു ചോദിക്കുമ്പോൾ വീട്ടുകാരായിട്ട് കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് അന്നാണ് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത്. വിവാഹത്തിന് ശേഷം കുറച്ചു ദിവസം മാത്രമേ അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയതാണ്. അതിനുശേഷം കുറച്ചുനാൾ അദ്ദേഹം സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. പിന്നീട് ആ വിളിയെല്ലാം കുറഞ്ഞു വന്നു. ഇപ്പൊ അങ്ങനെ ഒരാളുള്ളതായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ എന്നോടൊന്നും സംസാരിക്കാൻ കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തതെന്നൊക്കെ പ്രഭ വിഷമം കൊണ്ട് അങ്ങനെ അനുവിനോട് പറയുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം മനോജ് പ്രഭേന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പ്രഭേനോട് പറയുവാണ്, ഇവിടുത്തെ എന്റെ കോൺട്രാക്ട് എല്ലാം കഴിഞ്ഞു, സോ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് കേട്ട പ്രഭയ്ക്കാണെങ്കിൽ എന്തോ പോലെയാവുന്നു. കോൺട്രാക്ട് പുതുക്കാൻ നോക്കുന്നില്ലേന്ന് ഈ സമയം അയാളോട് പ്രഭ ചോദിക്കുന്നു. ഹിന്ദി അറിയാത്ത ഞാൻ ഇവിടെ നിന്നാലും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കോൺട്രാക്ട് പുതുക്കാൻ നോക്കുന്നില്ല, തിരിച്ചു പോവുകയാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ പ്രഭ പറയാണ്, ഹിന്ദി ഭാഷ സിമ്പിൾ അല്ലേ, ഞാൻ ഇനി ഹെൽപ്പ് ചെയ്യാം, തന്നെ പഠിപ്പിച്ചു തരാം. അവൾ ഈ സംസാരം എല്ലാം കേൾക്കുന്ന സമയത്ത് മനോജ് അതിരിക്കട്ടെ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് എനിക്ക് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. അതായത് ഇയാളുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരുമെന്നാണ് അയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. മനോജ് എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് പ്രഭയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭയാണെങ്കിൽ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അവൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അതേ ദിവസം ഷിയാസ് വിളിച്ചതിനനുസരിച്ച് ഒരു പർദ്ദയെല്ലാം സംഘടിപ്പിച്ച് അതും ഇട്ടുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു നമ്മുടെ നായികയായ അനു. ഈ സമയത്താണ് ഷിയാസിന്റെ ഒരു മെസ്സേജ് വരുന്നത്. എടി ഇന്ന് അങ്കിളും ആന്റിയും ഒരു കല്യാണത്തിന് പോകുമെന്നാണ് വിചാരിച്ചത്, എന്നാൽ അവര് പോയില്ല, അതുകൊണ്ട് എന്തായാലും ഇന്ന് വീട്ടിലേക്ക് വരണ്ട, ഞാൻ നിന്നെ മറ്റൊരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവന്റെ ഈ മെസ്സേജ് കാണുന്ന സമയത്ത് അവൾക്ക് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ ആ പർദ്ദയെല്ലാം ഊരിക്കളഞ്ഞ് ആ ദേഷ്യത്തോടു കൂടി അവൾ റൂമിലേക്ക് എത്തുവാണ്. അങ്ങനെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് അനുവും പ്രഭയും പാർവതിയും കൂടി പാർവതിന്റെ നാട്ടിലേക്ക് പോകുന്നു. ഒരു കടൽക്കരയിലായിരുന്നു പാർവതിന്റെ വീട്. അങ്ങനെ ഇപ്പൊ ലീവ് എടുത്ത് അവിടേക്ക് എത്തുന്ന അവര് അവിടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നു. എന്നാൽ പാർവതിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോരുന്ന സമയത്ത് ഷിയാസിനെ ഈ കാര്യങ്ങൾ അറിയിച്ച് അനു അവനെയും കൂടി ആ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രഭേനോടും പാർവതിനോടും ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവള് ഷിയാസിനോടൊപ്പം ആ സ്ഥലത്തൊക്കെ ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ 2 ദിവസം അവൾ ഇത് അടുപ്പിച്ച് ചെയ്യുന്ന സമയം അവളുടെ ഈ പോക്കിൽ എന്തോ ഡൗട്ട് തോന്നിയ പ്രഭയാണെങ്കിൽ അവളുടെ പുറകെ പോയി അവൾ എവിടേക്കാ പോകുന്നതെന്ന് അന്വേഷിക്കുവാണ്. അങ്ങനെ അവൾ ഷിയാസിനെ അവിടെ വെച്ച് കാണുന്നതും അവനോടൊപ്പം ആരും കാണാതെ ചില സ്ഥലങ്ങളിൽ വെച്ച് അവൾ റൊമാൻസ് ചെയ്യുന്നതും പ്രഭ കാണാനിടയാവുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടതോടെ അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് പ്രഭയ്ക്ക് ബോധ്യപ്പെടുവാണ്. അങ്ങനെ അവിടുന്ന് അടുത്ത ദിവസം രാത്രി അവരെല്ലാരും കിടന്നുറങ്ങുന്ന സമയം അനു ആണെങ്കിൽ ആരും കാണാതെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ അവിടുന്ന് ഇറങ്ങുന്നു. ഷിയാസിനെ അവൾ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനോടൊപ്പം അവൾ എവിടെയൊക്കെ പോകുന്നു. അങ്ങനെ ആളനക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് അവര് ഫിസിക്കലി ഒന്നിക്കുന്നു. ശേഷം അവര് അവരുടെ റിലേഷനെ പറ്റി സംസാരിക്കുവാണ്. ഇവര് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞ വീട്ടുകാർ സമ്മതിക്കില്ല എന്നും എന്ത് ചെയ്യണമെന്ന് ഒരു എത്തുമിടിയും കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം പ്രഭ അവിടെയുള്ള കടൽ തീരത്ത് അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം കടലിൽ ചാടി ഏതൊരു വ്യക്തിനെ നാട്ടുകാരെല്ലാം കൂടി രക്ഷപ്പെടുത്തി അവിടേക്ക് കൊണ്ടുവരുന്നു കാണുന്നു. നേഴ്സായ പ്രഭ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു
ശേഷം നഴ്സായ പ്രഭ അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അയാളെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് എത്തിച്ച് തുടർന്നുള്ള ട്രീറ്റ്മെന്റും പ്രഭ കൊടുക്കുവാണ്. അങ്ങനെ അയാൾക്ക് ബോധം വന്നതിന് ശേഷം അയാളോട് തനിക്ക് എന്താ പറ്റിയത്, താനെന്തിനാ കടലിൽ ചാടിയെന്ന് പ്രഭ ചോദിക്കുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല, ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് അയാൾ ഈ സമയം പറയുന്നു. അതുപോലെ പ്രഭയുമായിട്ട് അയാൾക്ക് എന്തോ നല്ല രീതിയിലുള്ള കണക്ഷൻ ഉള്ളതുപോലെ അയാൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ സമയം നിറ കണ്ണുകളോടെ പ്രഭ അയാളെ അങ്ങനെ നോക്കിയിരിക്കുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് കടലിലേക്ക് നോക്കി നിൽക്കുന്ന പ്രഭേനെയാണ്. ഈ സമയം അവിടെ അനു വരുന്നു. അങ്ങനെ അനുവിനെ കാണുമ്പോൾ പ്രഭ ചോദിക്കുവാണ് ആ പയ്യൻ എവിടെയെന്ന്. ഈ സമയം അവൾ ഒന്നും അറിയാത്ത പോലെ ഏത് പയ്യൻ എന്ന് ചോദിക്കുന്നു. നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ ആ പയ്യൻ? അങ്ങനെ ഈ ഒരു ചോദ്യം പ്രഭ ചോദിക്കുന്ന സമയം സോറി ചേച്ചി എന്ന് അവൾ പറയുന്നു. അവള് ഷിയാസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇത്ര നാളും പ്രഭേനോട് മറച്ചു വെച്ചില്ലേ, അതിനാണ് അവള് സോറി ചോദിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു കുറച്ചു നേരം കഴിഞ്ഞ് ഷിയാസിനെയും കൂട്ടിക്കൊണ്ട് അവൾ പ്രഭേന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവനെ അനു പ്രഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ശേഷം അവർ സംസാരിച്ച് നിൽക്കുന്ന സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. അപ്പം മച്ചന്മാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.